ഷട്ടർ അടച്ചു വെച്ച് മണ്ണ് സംഭരിച്ചു എന്നാണ് അയാൾ പറഞ്ഞത്. ഇവിടെ ഷട്ടർ തുറന്നു വെച്ചിരിക്കുകയാണെന്നുള്ള ഒഫീഷ്യൽ റെക്കോർഡാണത്. അയാൾക്ക് ഉണ്ടെങ്കിൽ അതിന് അവകാശ ലംഘനം കൊടുക്കാലോ. തെറ്റായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ അയാൾ കൊടുത്തില്ല? അപ്പോൾ പ്രചരണത്തിന് വേണ്ടി ഈ ഇലക്ഷൻ സമയത്ത് ഒരു പ്രചരണം നടത്തി 2 വോട്ട് കിട്ടാൻ പറ്റുമോ നോക്കുകയാണ്. ഇതൊക്കെ ജനങ്ങൾ നന്നായിട്ട് തിരിച്ചറിയും. ഞങ്ങളുടെയൊക്കെ ജീവിതകാലത്ത് അങ്ങനെയുള്ള ഒരു അഴിമതിക്ക് വേണ്ടി കൂട്ടുനിന്നിട്ടേ ഇല്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം നിയമസഭയിൽ അംഗമാണ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ് ഹൈബി ഈഡൻ നിയമസഭയിൽ ചോദ്യം ചോദിച്ചു. അതിന് ഉത്തരം തന്നു. ഇതുവരെ അദ്ദേഹം ഉണ്ടാതിരുന്നു. അങ്ങനെ ഉത്തരം തെറ്റാണെങ്കിൽ പ്രിവിലേജിന് കൊടുക്കാമല്ലോ, അത് അദ്ദേഹം കൊടുത്തില്ല. അങ്ങനെ ഒരാൾ ഈ പറയുന്നതിൽ എന്താ വസ്തുത? അദ്ദേഹം നിയമസഭയുടെ ചട്ടങ്ങളും അതിൽ കള്ളത്തരമാണ് പറഞ്ഞിരുന്നുവെങ്കിൽ പ്രിവിലേജിന് കൊടുക്കാൻ വരുന്നല്ലോ, അവകാശ ലംഘനത്തിന് കൊടുക്കാൻ വരുന്നല്ലോ. അതിൽ തോട്ടപ്പള്ളി സ്പിൽവേയിലെ ചോദ്യം 30/11/2018 മറുപടിയാണ് കേട്ടോ. തോട്ടപ്പള്ളി സ്പിൽവേയിലെ ഷട്ടറുകൾ 2018 ആഗസ്റ്റിനുണ്ടായ പ്രളയത്തെ തുടർന്ന് എന്നാണ് ഉയർത്തിയതെന്ന് അറിയിക്കാം. ഇതാണ് ചോദ്യം. തോട്ടപ്പള്ളി സ്പിൽവേയിലെ 40 ഷട്ടറുകളും വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ 16/7/2008 പരമാവധി ഉയർത്തിയിട്ടുള്ളതാണ്. ഇതിൽ ഒരു ഷട്ടറിൻ്റെ ചെയിൻ ഹുക്ക് ഒഴിഞ്ഞുപോയത് കാരണം ഷട്ടർ താഴുകയും 15/8/2018 യന്ത്രസഹായത്താൽ പ്രതിസ്വ ഷട്ടർ പരമാവധി ഉയർത്തുകയും ചെയ്തു. ഒരു ഘട്ടത്തിലും ഷട്ടറുടെ നിരപ്പിൻ്റെ മുകളിൽ ജലം ഉയർന്നിട്ടില്ല. അപ്പോൾ എങ്ങനെയാണ് വെള്ളം അടച്ചു പോരുന്നത്? അന്ന് തൊട്ടേ വെള്ളം തുറന്നിട്ടുണ്ട്. പ്രസ്തുത സ്പിൽവേ പ്രസ്തുത സ്പിൽവേയിൽ ഉയർത്തുന്നതിൽ കാലതാമസം ഉണ്ടായിട്ടുണ്ടോ? ഷട്ടറുകൾ ബി ഇല്ല. എന്തെങ്കിലും ഉണ്ടായിട്ടില്ല. ഇത് വളരെ ക്ലിയറായിട്ട് ഷട്ടർ അവിടെ തുറന്നു വെച്ചിട്ടുണ്ട്. പിന്നെ മണലിനെ സഹായിക്കാനാണെന്ന് എന്തിനാണ് പറയുന്നത്? ഡിസാസ്റ്ററിൽ ഉള്ള ഉത്തരവാണ്. ഉത്തരവ് പ്രകാരമാണ് അത്. ഇറിഗേഷൻ്റെ വകുപ്പിൻ്റെ കീഴിലുള്ള പരിപാടിയേ ഇല്ല. അത് ജില്ലാ കളക്ടറാണ് അത് ചെയ്യേണ്ടത്. ജില്ലാ കളക്ടറിനോടാണ് അത് ചോദിക്കേണ്ടത്. മാത്യു കുഴൽനാടൻ സ്വന്തം അഴിമതിയൊക്കെ ലോകത്തിലെല്ലാവർക്കും അറിയാം. ഭൂമി കയ്യേറി അവിടെ റിസോർട്ട് കെട്ടിയതും വീട് കെട്ടിയതൊക്കെ അറിയാമല്ലോ. അത് ശരിയല്ലല്ലോ. ശരിയല്ല പറഞ്ഞിട്ടാണ് ഇങ്ങനെ ആരോപണം ഉന്നയിച്ചാൽ തിരിച്ചു പറയാനിരിക്കാനുള്ള ഒരു മര്യാദ. ഞാനത് ഉന്നയിച്ചതല്ല. അദ്ദേഹം ആവശ്യമില്ലാത്ത കാര്യങ്ങൾ നിരാഹാരം കിടക്കലൊക്കെ തുടങ്ങുമ്പോൾ പിന്നെ അതിന് മറുപടി പറയാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അതൊരു പ്രചരണത്തിനല്ലാണ്ട് വേറെന്താ? അതൊരു രാഷ്ട്രീയ പ്രചരണത്തിന് വേണ്ടി അല്ലാണ്ട് ഈ സമയത്ത് അതിനുണ്ടെങ്കിൽ കേസ് ഫയൽ ചെയ്യുക, അതൊക്കെ ചെയ്യാലോ. ഞാനതിൻ്റെ എന്നെക്കുറിച്ച് ആരോപിച്ചതിന് എതിരായി നിയമ നടപടികൾ സ്വീകരിക്കാൻ വേണ്ടി എറണാകുളത്തെ വക്കീലുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിയമ നടപടി സ്വീകരിക്കും. അല്ലാണ്ട് പിന്നെ എങ്ങനെ? അല്ല, അദ്ദേഹത്തിന് പറയാനുള്ള അവസരമുണ്ടല്ലോ. ഈ 2000 ഓഡിയോ പറഞ്ഞാൽ ഒരു ഇപ്പോൾ ഉള്ള കാലമല്ലേ. ഓഡിയോ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാലോ. എന്തിനു പിന്നെ ഇയാൾ നിയമസഭയിൽ പോകണം? ഈ നിയമസഭയിൽ പോകാൻ അതിനുള്ള നിയമ നടപടികളും റൂൾസ് ആൻഡ് പ്രൊസീഡിങ്സ് ഉണ്ടല്ലോ. അത് പ്രകാരം ചെയ്യാലോ. റൂൾസൊക്കെ ഉണ്ടല്ലോ, നിയമസഭയിൽ ചട്ടങ്ങളും ഉണ്ടല്ലോ. അത് വെച്ച് അയാൾക്ക് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെതിരായ നടപടി എടുക്കാമല്ലോ. ഇത് അറിയാത്ത ആളൊന്നുമല്ലല്ലോ. ഇതാ നിങ്ങളെ അത് തുറന്ന് വച്ചിട്ട് ഒരു കാലത്തും അത് ഉണ്ടായിട്ടില്ല എന്നുള്ളത് നിയമസഭയിൽ ഞാൻ തന്നെ കൊടുത്ത മറുപടിയാണ്. അതല്ല, ആ സമയത്ത് മണ്ണ് നീക്കിയില്ലെങ്കിൽ ഈ തോട്ടപ്പള്ളിയിലെ ഈ കരിമണൽ ഒഴുകി പോകുമെന്ന് ജലവകുപ്പിന്റെ ഉത്തരവിൽ പറയുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഉത്തരവ് അദ്ദേഹം പുറത്തുവിട്ടിട്ടുണ്ട്. അദ്ദേഹം ഡിസാസ്റ്റർ മാനേജ്മെന്റ് പറഞ്ഞത് മണ്ണ് നീക്കണം, എല്ലാ മണ്ണുകളിൽ നീക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അത് ചൂണ്ടിക്കാണിച്ചതേ ഉള്ളൂ. പക്ഷേ ഇവിടെ അതെന്തല്ല പ്രശ്നം. അതല്ല,